തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിന് മുന്നിൽ നടപ്പാത നിർമ്മാണത്തിന് തുടക്കമായി. ആക്ഷേപത്തിന് ഇടയാക്കിയ ആദ്യത്തെ നടപ്പാതയ്ക്ക് പകരം പണിയുന്ന പുതിയ പാതയുടെ പ്രവൃത്തിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാലിക്കടവ് തൃക്കരിപ്പൂർ മെക്കാടം പാതയോരത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിന് മുന്നിലായി റോഡിൽ നിന്നും കഷ്ടിച്ച് 1 മീറ്റർ മാത്രം അകലത്തിലായിരുന്നു ആദ്യ നടപ്പാതയുടെ നിർമ്മാണം. 15 സെന്റിമീറ്റർ ഉയരത്തിലും 1.5 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന ഈ നടപ്പാതയുടെ പ്രായോഗികതയെക്കുറിച്ച് നാട്ടുകാരിൽ ആക്ഷേപം ഉയർന്നു വന്നു. ഇതിന് പിന്നാലെ മാധ്യമ വാർത്തകൾ വന്നതോടെ പ്രവൃത്തി നിർത്തിവെക്കുകയും മറ്റ് സാധ്യതകൾ പരിഗണിക്കുകയും ചെയ്യുകയായിരുന്നു. നടക്കാവ് സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിലിനോട് ചേർന്ന് 7 മീറ്ററിലേറെ വീതിയിൽ സർക്കാർ സ്ഥലമുണ്ടെന്നിരിക്കെ റോഡിനോട് ചേർന്ന് നടപ്പാത നിർമ്മിക്കുന്നത് വാഹന പാർക്കിംഗ് സൗകര്യം ഇല്ലാതാക്കുമെന്നും ഭാവിയിൽ റോഡ് വികസനത്തിന് നടപ്പാത തടസ്സമാകുമെന്നുമുള്ള ആശങ്കകൾ കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. നടപ്പാത ആദ്യം തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിന്, അപ്പം MLA ഒക്കെ വിളിച്ച് അങ്ങനെ ചെയ്തു. അപ്പോൾ അതിന് കുറച്ചാൾ എതിരായിട്ടുണ്ടായിന്. രണ്ടാമത് ഇപ്പം നല്ല രീതിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ഇതിലാണ് നടക്കുന്നത്. അതായത് നടപ്പാത റോഡിൽ നിന്ന് വണ്ടി പാർക്കിങ്ങിനോ ഒന്നും ഒരു ബസ് വേ കണക്ക് ആ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ചൂണ്ടിക്കാട്ടിനി. അപ്പോൾ അതിന് ഭയങ്കരമായ എതിർപ്പുണ്ട്. ആ രീതിയിൽ തന്നെ നടത്തുമാക്കുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെല്ലാം വന്ന് നോക്കി, MLA PM അവരെല്ലാം വന്ന് നോക്കി ആ രീതിയിൽ തന്നെ വേണമെന്നില്ലതുകൊണ്ട് ആണ് ഇപ്പം മാറ്റി സ്ഥാപിക്കുന്നത്. അതിൽ അതിയായ സന്തോഷം. റോഡിൽ നിന്ന് 2.5 മീറ്റർ അകലത്തിലാണ് പുതിയ നടപ്പാത നിർമ്മിക്കുന്നത്. റോഡ് സുരക്ഷയുടെ ഭാഗമായി കാലിക്കടവ്, ചന്തേര, നടക്കാവ്, തങ്കീമുക്ക് തുടങ്ങി 15ഓളം സ്ഥലങ്ങളിലെ പാതയോരങ്ങളിലാണ് നടപ്പാത പണിയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.